നമ്മളിന്ന് തയ്ക്കുന്നത് ഒരു 13 വയസ്സുള്ള ഒരു കുട്ടിക്കുള്ള ഒരു ഫ്രോക്കാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെസ്റ്റ് വണ്ണം, അതായത് 4 ഭാഗം കേട്ടോ. അപ്പോൾ ചെസ്റ്റിൻ്റെ വണ്ണം എടുക്കുന്നത് 6.25 അതുപോലെ തന്നെ താഴത്തെ ഷേപ്പ് വണ്ണം അല്ലെങ്കിൽ അവിടെ എടുക്കുന്നത് നമ്മൾ 6.5 കേട്ടോ. ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കുഞ്ഞുങ്ങളുടെയൊക്കെ ഫ്രോക്കിന്, കാരണം മെലിഞ്ഞൊരു കുട്ടിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് നമ്മളതിന് ബാക്ക് ഭാഗത്തേക്ക് ഒരു 1/4 ഇഞ്ച് ഡിഫറൻസ് മുന്നോട്ട് കയറ്റി വെച്ചിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വീഡിയോയിൽ കറക്റ്റ് കാണുന്നില്ല, അത് സിബ് തയ്ക്കാൻ പാകത്തിനുള്ളത്. അപ്പോൾ നമ്മളിതിൽ ഏകദേശം 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട്. അത്രയൊന്നും വേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ തയ്യൽ തുമ്പ് അധികത്തിലും ഇടാനുണ്ട് കേട്ടോ, ചെറിയ ഡിഫറൻസൊക്കെ വരുത്തണമെങ്കിൽ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ലൈനിങ് ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഏകദേശം നമ്മൾ നല്ല മെറ്റീരിയലിൻ്റെ ഒരു 2 ഇഞ്ച് കുറവിലൊക്കെ വേണമെങ്കിൽ ലൈനിങ് എടുത്താൽ മതി. നമുക്കിത് വേണ്ടത് ടോട്ടൽ 34 ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത്ത് വേണ്ട. അപ്പോൾ യോക്ക് ഭാഗം 11.5 ഇഞ്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ ഒരു 22.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അതിൽ നമുക്കൊരു 2 ഇഞ്ച് കുറച്ചിട്ടൊക്കെ നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വേണമെങ്കിൽ ഒന്ന് തെരുവശാൻ കൊണ്ട് വേണമെങ്കിൽ ഒന്ന് മടക്കി തയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഒറിജിനൽ തുണിയിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. താഴത്തെ ഭാഗം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പിന്നെ താഴെ മടക്കി അടിക്കാനുള്ള ബാലൻസുമാണ് വെക്കുന്നത്. നമ്മൾ ആ തേരുവശം മാത്രമാണ് മടക്കി തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ 2.5 മീറ്റർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 22.5 + 1 ആണ് നമ്മൾ അതിനെടുത്തത്. ഇനി നമുക്കിത് ആ ലൈനിങ്ങിൽ ക്രേപ്പിൻ്റെ ലൈനിങ്ങിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വൈറ്റ് ലൈനിങ് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ 3 ലെയർ തുണിയാണ് ഉണ്ടാവുക. നല്ല ഒറിജിനൽ തുണി, പിന്നെ ക്രേപ്പിൻ്റെ ലൈനിങ്, പിന്നെ വൈറ്റ് മെറ്റീരിയലും. ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും നമ്മൾ വേറെ വേറെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു സിബ് വെക്കാനുള്ള ഒരു 1/4 ഇഞ്ച് അധികം നമ്മൾ ബാക്ക് ഭാഗത്തിന് എടുത്തിട്ടുണ്ടാവും. ഇനി നമ്മൾ നല്ല മെറ്റീരിയൽ ഇതുപോലെ തന്നെ 2 ബാക്ക് ഭാഗവും ഫ്രണ്ട് ഭാഗവും വെച്ച് നമ്മളത് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് കോട്ടൻ്റെ ലൈനിങ് ഒരു 2 മീറ്ററാണ് എടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ക്രേപ്പിൻ്റെ ലൈനിങ്ങിനെക്കാട്ടും ഒരു 1-2 ഇഞ്ച് കുറച്ചിട്ടെടുത്താൽ മതി. സ്റ്റിഫ് നെറ്റ് വെക്കുന്നുണ്ടെങ്കിൽ ഈ ലൈനിങ്ങിൻ്റെ മുകളിലാണ് നമ്മൾ തയ്ച്ചെടുക്കുക. ഇനി യോക്കിൻ്റെ ഭാഗത്ത് നമ്മളിതാ നല്ല മെറ്റീരിയലും ക്രേപ്പിൻ്റെ മെറ്റീരിയലും കൂടി പതിച്ചെടുക്കണം. നല്ല മെറ്റീരിയലിൻ്റെ ചീത്ത ഭാഗത്ത് വേണം നമ്മൾ ക്രേപ്പിൻ്റെ മെറ്റീരിയൽ പതിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നല്ല മെറ്റീരിയലിൻ്റെ മുകളിൽ നമുക്ക് കോട്ടൻ്റെ ലൈനിങ് വെച്ചിട്ട് നമ്മളതിൽ നെക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റാക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നെക്ക് കറക്റ്റായിട്ടൊരു 1/4 ഇഞ്ച് വിടത്തിൽ നമുക്ക് തയ്ച്ചെടുക്കാം. അതിനുശേഷം 2 ചെറിയ കട്ടിങ് കൊടുത്തതിന് ശേഷം നമുക്കിത് തിരിച്ച് ക്രേപ്പുള്ള ഭാഗത്തേക്ക് തന്നെ തയ്ച്ചതിന് ശേഷം നമുക്കിത് അതുപോലെ തന്നെ പതിച്ച് തയ്ച്ചു കൊടുക്കാവുന്നതാണ്. ഈ രീതിയിൽ തന്നെ നമുക്ക് ബാക്ക് ഭാഗവും തയ്ച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ബാക്ക് ഭാഗത്ത് നമ്മൾ സിബ് വെച്ചിട്ടുണ്ട്. നമുക്കിത് ആ ബാക്കിൽ ഷേപ്പാക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു ഇതും, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഷോൾഡറും കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. നമുക്കത് നമ്മൾ പറഞ്ഞ അളവ് 6.25 മുകളിൽ ചെസ്റ്റ് വണ്ണം വരുന്നത്, 4 ഭാഗം, താഴെ 6.5. അപ്പോൾ അത് ഈ രീതിയിൽ നമ്മളിതാ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നല്ല മെറ്റീരിയൽ തയ്ച്ചു കൊടുക്കണം. അതിന് വേണ്ടി നമ്മളിതാ ഇതും അതുപോലെ ചെറിയ ഞൊറിയിട്ടിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരു റൗണ്ട് കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ തയ്ച്ചെടുക്കണം. അഥവാ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തുണീൻ്റെ മുകളിൽ നമുക്ക് ചെറിയ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതെങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ സ്റ്റിച്ച് ചെയ്യുന്നത് കാണാം. അപ്പോൾ ലൈനിങ്ങും നമ്മൾ വൈറ്റ് ലൈനിങ്ങും ഒക്കെ ഈ രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. ടോട്ടൽ 6.5 എന്ന് പറയുമ്പം 6.5, 13, 26 ഇഞ്ച് റൗണ്ടാണ് വേണ്ടത് ഓരോരോ മെറ്റീരിയലിനും. 4 എണ്ണം വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് കൂട്ടി അടിച്ചെടുത്ത് 3 മെറ്റീരിയൽ നമുക്ക് ഒരുമിച്ച് കൂട്ടി അടിച്ചെടുത്തിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ജോയിൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഓരോന്നും വെവ്വേറെ തന്നെയാണ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിതാ ഇതുപോലെ വിടർത്തിയിട്ടതിന് ശേഷം, നല്ല ഭാഗം വിടർത്തിയിട്ടതിന് ശേഷം ഇതുപോലെ നമ്മൾ മെറ്റീരിയൽ ഇതുപോലെ ആക്കിയെടുക്കണം. അതുപോലെ തന്നെ യോക്കിൻ്റെ ഭാഗം നമ്മൾ നല്ല ഭാഗം വേണം പുറത്തേക്ക് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഈ രീതിയിൽ നമ്മൾ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അതിൻ്റെ ക്രേപ്പിൻ്റെ ലൈനിങ്ങാണ് അടുത്ത് ചെയ്യേണ്ടത്. അതും അതിൻ്റെ മുകളിൽ തന്നെ വെച്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ അടുത്തത് നമുക്ക് വൈറ്റ് ലൈനിങ്ങും. അങ്ങനെ കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഫുൾ വർക്ക് നമുക്ക് കഴിയുന്നതാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു ബട്ടർഫ്ലൈയോ ഒക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്.
വൈറ്റ് ലൈനിങ് നമ്മൾ വെക്കുന്നതിൽ ഇതാ ഡിഫറൻസ് ഉണ്ട്. ഇത് ഉള്ളിലോട്ടാക്കിയിട്ട് തയ്ച്ചതിന് ശേഷം നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇതാ ഈ രീതിയിൽ നമുക്ക് വൃത്തിയിൽ കിട്ടും ഉടുപ്പ്. കാരണം മക്കളെ മേലൊന്നും ഇത് കുത്തൊന്നുമില്ല. പിന്നെ ക്രേപ്പിൻ്റെ അല്ലെങ്കിൽ ജോർജറ്റ് മെറ്റീരിയലൊക്കെ ആകുമ്പോൾ മക്കളെ മേലിങ്ങനെ കുത്തിയിടും. ഇത് ഈ രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ തയ്ക്കുമ്പോൾ നമുക്ക് ലോക്ക് മെഷീൻ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഈ രീതിയിൽ തയ്ച്ച് എടുക്കാവുന്നതാണ്.